ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സിയന്നയിലെ വിശുദ്ധ ബെർണാഡിനെ പറ്റിയാണ്. നമ്മുടെ കർത്താവിന്റെ തിരുനാമം ഗ്രീക്ക് ഭാഷയിൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ അക്ഷരങ്ങളായ IHS എന്ന ചിഹ്നത്തിന്റെ പ്രചാരകനും കഠിന നിയമാനുഷ്ഠാക്കളായ ഫ്രാൻസിസ്കൻ സഭാവിഭാഗത്തിന്റെ സ്ഥാപകനുമാണ് സിയന്നയിലെ വിശുദ്ധ ബെർണാഡിൻ. 1380 സെപ്റ്റംബർ 8 സിയന്നയിലെ മാസ എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചു. ബാല്യത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടമായ ബെർണാഡിൻ തന്റെ അമ്മായിയായ ഡിയന്നയുടെ സംരക്ഷണത്തിനാണ് വളർന്നു വന്നത്. ചെറുപ്പം മുതൽ തന്നെ ക്രൈസ്തവ ഭക്തിയിലും അതുപോലെ തന്നെ ദൈവമാതൃഭക്തിയിലും ബെർണാഡിനെ വളർത്തുന്നതിൽ ഡിയന്ന വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായി എല്ലാ ശനിയാഴ്ചയും ബെർണാഡിൻ ഉപവാസം അനുഷ്ഠിച്ചു പോന്നു. തന്റെ ഭക്ഷണം ദരിദ്രർക്കും അഗതികൾക്കുമായി നൽകുന്നതിൽ ബെർണാഡിൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല. കാലോചിതമായ വിദ്യാഭ്യാസം ബെർണാഡിന് നൽകുന്നതിന് അവന്റെ ചിറ്റപ്പന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 17-ാം വയസ്സിൽ ദൈവമാതാവിന്റെ സൊഡാലിറ്റിയിൽ ബെർണാഡ് അംഗമായി തീർന്നു. ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെയാണ് സിയന്നയിൽ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. വേണ്ടത്ര ശുശ്രൂഷ ലഭിക്കാതെ ഒട്ടനവധി ആൾക്കാർ ആ മണ്ണിൽ മരിച്ചു വീണു. പകർച്ചവ്യാധി പിടിപെട്ട മനുഷ്യരിൽ നിന്നും പലരും അകന്നു നിന്നപ്പോഴും അവരെ ശുശ്രൂഷിക്കുന്നതിൽ ബെർണാഡ് യാതൊരു മടിയും കാണിച്ചില്ല. തന്റെ 22-ാമത്തെ വയസ്സിൽ കർശന നിയമാനുഷ്ഠാക്കളായ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ അദ്ദേഹം അംഗമായി. 1404 സെപ്റ്റംബർ 8 തന്റെ വ്രതവാഗ്ദാനം നടത്തി. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ വിശുദ്ധൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന് നേരിട്ടിരുന്ന സംസാര വൈകല്യം നിമിത്തം പ്രസംഗിക്കുവാനുള്ള അനുവാദം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം വഴിയായും തന്റെ സംസാര വൈകല്യം നീങ്ങിപ്പോയ വിശുദ്ധൻ തുടർന്നുള്ള 38 വർഷം യേശുവിന്റെ സുവിശേഷം ജനങ്ങളെ അറിയിച്ചു. വിശുദ്ധന്റെ സുവിശേഷം കേട്ട ധാരാളം ജനങ്ങൾ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. ഓരോ സ്ഥലങ്ങളിലെയും പ്രസംഗങ്ങൾക്ക് ശേഷം യേശുവിന്റെ നാമവും അതുപോലെ താൻ അവിടെ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു സാരാംശവും ഒരു പലകയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. കർശന നിയമാനുഷ്ഠാക്കളായ ഫ്രാൻസിസ്കൻ സഭാവിഭാഗം അദ്ദേഹം ആരംഭിക്കുമ്പോൾ ഏകദേശം 300-ഓളം പേരായിരുന്നു അതിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. വിശുദ്ധൻ മരിക്കുമ്പോൾ 4000-ൽ പരം അംഗങ്ങൾ ആ സഭയിൽ ഉണ്ടായിരുന്നു. ബെർണാഡിന്റെ പ്രധാന ഭക്തി യേശുവിന്റെ തിരുനാമത്തോടുള്ളതായിരുന്നു. തിരുവോസ്തിയിൽ ആലേഖനം ചെയ്തിരുന്ന IHS എന്ന ചിഹ്നത്തിന്റെ പ്രചാരകനായിരുന്നു അദ്ദേഹം. ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്തു എന്ന് എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ 3 അക്ഷരങ്ങളാണ് IHS. അർത്ഥം ക്രിസ്തു എന്ന് തന്നെ. 63-ാമത്തെ വയസ്സിൽ 1444 മെയ് 20 ഒരു സ്വർഗാരോഹണ തിരുനാൾ ദിനം ക്രിസ്തുവിന്റെ തിരുനാമത്തിന്റെയും പരിശുദ്ധ ദൈവമാതാവിന്റെയും തീവ്ര ഭക്തനായിരുന്ന വിശുദ്ധ ബെർണാഡ് സ്വർഗത്തിലേക്ക് യാത്രയായി. നിക്കോളാസ് 5-ാമൻ മാർപ്പാപ്പ 1450 മെയ് 24 ബെർണാഡിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. നെഞ്ചിനുണ്ടാകുന്ന വിവിധ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, പരസ്യങ്ങൾ ചെയ്യുന്നവർ, പബ്ലിക് റിലേഷൻസ് ഓഫീസേഴ്സ് എന്നിവരുടെ സ്വർഗീയ മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ ബെർണാഡ്. വിശുദ്ധ ബെർണാഡിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്ക് അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം യാചിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.